ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം വാഴണമെങ്കിൽ ഹല്ലേലൂയ, അങ്ങനെ വാഴുന്നുവെങ്കിൽ, ആ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഭയവും ഭീരുത്വവും ഇതെല്ലാം ബമ്പകളായിട്ടുണ്ട്. പിന്നെ ഒന്നിനെ കുറിച്ച് പിന്നെ വിചാരപ്പെടാൻ കഴിയത്തില്ല, ഒന്നിനെ കുറിച്ച് ആകുലപ്പെടുവാൻ കഴിയത്തില്ല. നമ്മുടെ ആ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തലമുറയെ കുറിച്ച് പിന്നെ ഭാരപ്പെടേണ്ട കാര്യമില്ല. തലമുറ എവിടെ പോയി എവിടെ ആയിക്കോട്ടെ, അവിടെ ദൈവത്തിന്റെ കരുതലും ദൂതന്റെ കാവലുമുണ്ട്. യഹോവ തന്റെ ദൂതന്മാരെ അയക്കും കേട്ടോ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാഞ്ഞു ഇറങ്ങി വിടുവിക്കുന്നു. മനസ്സിൽ കണ്ടേ, കണ്ണുകൊണ്ടൊന്നും കാണാൻ കഴിയത്തില്ല കേട്ടോ. പാളയം ഇറങ്ങി വിടുവിക്കുന്നില്ല സന്തതിയെ, നിന്റെ തലമുറയെ പാളയം ഇറങ്ങി വിടുവിക്കും. അതെ, അതുകൊണ്ട് നീ വിചാരപ്പെടേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം, സ്നേഹം. ദൈവ സ്നേഹത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്. അടുത്ത ഭാഗം അമ്മ അവിടെ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനു മുൻപ് ഈ സ്നേഹത്തെ കുറിച്ച് പിന്നെയും എന്റെ ഹൃദയം ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരികയാണ്. ആ 1 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 1 വായിച്ചേ. കണ്ടോ, മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിക്കുന്നവൻ. ഓക്കെ, സ്നേഹമില്ലെങ്കിലുണ്ടല്ലോ ഒന്നുമില്ല, ദൈവമില്ല. ഇങ്ങനെ ദൈവമില്ലെങ്കിൽ എങ്ങനെ ഈ ദൂതന്മാരുടെ ഭാഷയൊക്കെ സംസാരിക്കുന്നത്? ഇതെല്ലാം വേണം, പക്ഷേ സ്നേഹം വേണം. അടുത്ത പറയും, കേട്ടോ, പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. പ്രിയപ്പെട്ടവരെ, മാനുഷിക ചിന്തകൾക്കപ്പുറത്താണ് ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. അടുത്ത വാക്യം. ഓ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കണം, നമ്മളെല്ലാം സമർപ്പിക്കപ്പെട്ടത്. നമ്മുടെ തീരുമാനം, ഞാൻ സ്നേഹത്തിൽ നടക്കും. ദൈവ സ്നേഹത്തിൽ ഞാൻ എന്റെ സഹോദരനെ കാണും. ദൈവ സ്നേഹത്തിൽ എന്റെ ഭാര്യയെ എനിക്ക് തന്ന എന്റെ ശരീരമാ, എന്റെ ഭാര്യയെ ഞാൻ കാണും. ദൈവ സ്നേഹത്തിൽ എന്റെ ഭർത്താവിനെ ഞാൻ ബഹുമാനിക്കും, അതേ നിലയിൽ ഞാൻ കാണും. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹം ആണ് ഇതിനെല്ലാം ചുറ്റി നിൽക്കുന്ന. ഹല്ലേലൂയ. ആമേൻ.